ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് റാഗി കൊണ്ട് നല്ലൊരു സ്മൂത്തിയാണ്. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ കഴിക്കുന്ന, പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്നതാണ് അല്ലേ റാഗി, അതായത് പഞ്ഞിപ്പുല എന്നൊക്കെ പറയുന്ന സംഭവം. ഇതിൽ ഫൈബർ കണ്ടന്റ് ധാരാളം ഉള്ളതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമാണ്. അതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ കുറുക്ക് കൊടുക്കുന്നത് റാഗി ആയിരിക്കുമല്ലോ. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ റാഗിപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ പൊടിയിട്ട് കലക്കി കഴിഞ്ഞാൽ കട്ട പിടിക്കുകയും ചെയ്യും, അതേപോലെ അടിയിൽ കരിഞ്ഞ് പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓണാക്കി കൊടുത്ത ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളകി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. പൊടിയല്ലേ, പൊടി കുറുക്കി എടുക്കുമ്പം അത് നന്നായിട്ട് ഇളകി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുപോലെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുറുക്കിയെടുത്താൽ മതി. അപ്പം നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ ഒരുപാടങ്ങ് കട്ടിയാക്കേണ്ട കാര്യമില്ല. കുറച്ച് ലൂസ് ആവുന്ന പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ല പഴുത്ത ഏത്തക്കയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അത് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഏത്തക്ക ഇല്ലെങ്കിൽ പഴം എടുക്കാം. ഏത്തക്കയാണ് കൂടുതൽ ബെനിഫിറ്റ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഏത്തക്കയാണ്. നല്ല പഴുത്ത ഏത്തക്ക കേട്ടോ. അത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ഈന്തപ്പഴമാണ്. ഒരു 4 ഈന്തപ്പഴം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്, കുരുവൊക്കെ കളഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് തണുക്കാൻ മാറ്റി വെച്ചേക്കുന്ന റാഗിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 3 പേർക്കുള്ള സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഏത്തപ്പഴം മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ റാഗി മാത്രമായിട്ട് കഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നല്ലതും ടേസ്റ്റും ഇതേപോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് അടിച്ച് സ്മൂത്തിയാക്കി കഴിക്കുമ്പോഴാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും കൂടെ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും അതേപോലെ കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക്